Hello dears, it's me Zakir Hussain from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? പരീക്ഷയ്ക്ക് പക്കാ ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ നോക്കണം. നിർബന്ധമായിട്ടും നമ്മൾ പരീക്ഷ ഹാളിലേക്ക് കടക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ സീസൺ ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയവും എന്ന പാഠഭാഗത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ? നിങ്ങൾ കാണുന്നില്ലേ? ഇതെന്താണ്? ലോഞ്ചിറ്റ്യൂഡ് ആണ്. എത്ര ലോഞ്ചിറ്റ്യൂഡ് ആണ്? 180 ഡിഗ്രി. എത്രയാണ്? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന അഥവാ രേഖാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി, ഒരു പോയിന്റ് കിട്ടി. 180 ഡിഗ്രി അല്ലെ, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളത്. നോക്കടാ, ഇവിടെ നോക്ക. ഇതെന്താണ്? നേരെയാണോ? അല്ല, നേരെയല്ല. മറിച്ചെന്താണ്? ഇതൊരു നേർരേഖയല്ല. രണ്ടാമത്തെ പോയിന്റ് ആണത്. ഇതൊരു നേർരേഖയെ അല്ല. എന്താ? വളഞ്ഞു പൊളഞ്ഞു പോകുന്ന രേഖയാണ് അല്ലെ, വളഞ്ഞു പോകുന്ന രേഖയാണ്. കണ്ടില്ലേ? ഇതെന്താണ്? വളഞ്ഞു പോകുന്ന രേഖയാണ്. ഇതൊരു നേർരേഖയല്ല. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലെ, ഇതൊരു നേർരേഖ അല്ല. മറിച്ചതെന്താണ്? വളഞ്ഞു തിരിഞ്ഞു പോകുകയാണ്. ഏതിലൂടെ വളഞ്ഞു തിരിഞ്ഞു പോകുന്നത്? കണ്ടോ നിങ്ങള്? ഇവിടെ കണ്ടോ നിങ്ങള്? ഇതെന്താണ്? പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെയാണ് പോകുന്നത്. പസഫിക് സമുദ്രത്തിലെ ബെറിങ് സ്ട്രൈറ്റിലൂടെ കടന്നു പോകുന്ന ഒരു നേർരേഖയല്ലാത്ത 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലൂടെ കടന്നു പോകുന്നതാണ്. അതിന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളത്. എന്താ അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്? ഇതാണല്ലോ മക്കളെ കിഴക്ക്. ഈ കിഴക്ക് അഥവാ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരു സഞ്ചാരി, ഒരു ട്രാവലർ ഈസ്റ്റിലേക്ക് പോകുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ഒരു ദിവസം കുറച്ചു വെക്കും. എന്നാൽ ഇങ്ങോട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ, ഇങ്ങോട്ട് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ദിവസം കൂട്ടി വെക്കും. അഥവാ ഡിസംബർ 21 ഒരാൾ പോവുകയാണ്, യാത്ര പോയിട്ട് ഈ പസഫിക് സമുദ്രത്തിലെ ഈ ബെറിങ് കടലിലൂടെ കടന്നു പോകുന്ന 180 ഡിഗ്രി കടന്നു പോയാൽ അവന്റെ ദിവസം അവന്റെ കലണ്ടറിൽ എന്ത് ചെയ്യും? ദിവസം അങ്ങോട്ട് മാറ്റും. എന്നാക്കും? ഡിസംബർ 22 ആക്കും. മനസ്സിലായോ? ഇതാണ്. ഇനി നേരെ തിരിച്ച് ഡിസംബർ 22 ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാലോ, കിഴക്കോട്ട് ഈസ്റ്റിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അവൻ ഒരു ദിവസം കുറച്ചു വെക്കും അല്ലെ. 22 പോയ ഒരുത്തൻ, ഡിസംബർ 22 പോയ ഒരുത്തൻ ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായി? ഇങ്ങോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 21 അവന്റെ കലണ്ടറിൽ മാറ്റും. എന്ന് വെച്ചാൽ 24 മണിക്കൂറിന്റെ വ്യത്യാസം കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 24 മണിക്കൂർ അഥവാ ഒരു ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. ഇതിനാണ് എന്ത് പറയാ? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളത് അല്ലെ. ഇതൊരു നേർരേഖയല്ല എന്ന് പറഞ്ഞു. 24 മണിക്കൂറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. ഈസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും തമ്മിൽ 24 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ഒരാൾ ഈ ഒരു ലൈന് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് പോകുന്ന ഒരാൾ ദിവസത്തിന് എന്ത് ചെയ്യും? കുറച്ചു വെക്കുകയും കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന ഒരാൾ എന്ത് ചെയ്യും? ഈ ദിവസം കൂട്ടിവെക്കുകയും ചെയ്യുക എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനാണ് എന്ത് പറയുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. മറ്റൊരു പോയിന്റ്, ഇത് എവിടെ കൂടെ കടന്നു പോകുന്നതാണ്? ബെറിങ് കടലിലൂടെ കടന്നു പോകുന്നതാണ് അല്ലെ. പസഫിക് ഓഷ്യൻസിലെ ബെറിങ് സ്ട്രൈറ്റിലൂടെ കടന്നു പോകുന്ന ലൈനിന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. മനസ്സിലായോ? നോക്കടാ, 180 longitude അല്ലെ. 180 longitude is known as international date line അല്ലെ. 180 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ്. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ല. It's not a straight line അല്ലെ. There is a difference of 24 hours of the east and west of this time അല്ലെ. 24 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട്, 24 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ട്രാവലേഴ്സ് കടന്നു പോകുമ്പോൾ അത് എന്ത് ചെയ്യും? അഡ്വാൻസിങ് ചെയ്യും അല്ലെ. ടൈം എന്ത് ചെയ്യും? കൂട്ടിവെക്കുന്നു. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് പോകുന്നവർ അഥവാ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുന്ന ആളുകളെ ഒരു ദിവസം കുറച്ചും വെക്കുന്നു. ഇതാണ് പറഞ്ഞത്. രേഖയുടെ കിഴക്കോട്ട് ഒരു ദിവസം കുറവായിരിക്കും, പടിഞ്ഞാറോട്ട് ഒരു ദിവസം കൂടുതലായിരിക്കും. 5 മാർക്കിന്റെ ചോദ്യമാണ്. 5 മാർക്കിന്റെ ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വന്നിരിക്കും. ഇങ്ങനെയുള്ള പക്ക ഷുവർ ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു. ആഗസ്റ്റ് 17 ശനിയാഴ്ച 7:15 നമ്മുടെ സ്വന്തം MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ കാണാം. ബൈ.